عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിർറല്ലാഹ്. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ തുറന്നു പറയണമല്ലോ. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതെ, നാം അത് പ്രഖ്യാപിക്കണം, തുറന്നു പറയണം. അതായിരുന്നു കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 അനുബന്ധ ദിനങ്ങളിലും ആഭാലവൃതം ജനകോടികളിൽ കാണാൻ കഴിഞ്ഞത്. ഇഷ്കിന്റെ പ്രവാഹം, സ്നേഹത്തിന്റെ പ്രവാഹം ഖൽബിലുണ്ട് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഒരു സ്നേഹപ്രകടനമാണ് കഴിഞ്ഞ ദിനങ്ങളിൽ ആഗോളതലത്തിൽ ദൃശ്യമായത്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. عن ابن عباس رضي الله عنه قال جلس ناس من أصحاب رسول الله صلى الله عليه وسلم ينتظرونه. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. നബി തങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങുമിങ്ങും പങ്കുവെക്കുന്നത് കാണാൻ കഴിഞ്ഞു. പ്രവാചകൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ അവരുടെ ചിലർ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇത്തഖദ മിൻ ഖൽഖിഹി ഖലീല ഇത്തഖദ ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു ഖലീൽ, സ്നേഹിതനാക്കിയിരിക്കുന്നു. മദ്ഹാണല്ലോ പറയണേ. വഖാല ആഖർ, മറ്റൊരാൾക്ക് പറയാനുണ്ടായിരുന്നത്, ഇതിലും അത്ഭുതം തന്നെയല്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലമഹു തക്ലീമ, കരീമുള്ളയാണല്ലോ, അള്ളാഹ് സംസാരിച്ചല്ലോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അപ്പോൾ മറ്റൊരു ആളുടെ വിശദീകരണം, ഫഈസ കലിമത്തുല്ലാഹി റൂഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു കലിമത്ത്, അള്ളാഹുവിൻ്റെ ആത്മാവ് എന്നാണല്ലോ വിശേഷിപ്പിച്ചത്. അങ്ങനെ ആദം നബിയിലേക്കും ചർച്ച പോവുകയാണ്. വഖാല ആഖർ ആദമു ഇസ്തഫാഹുല്ലാഹ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നു, സലാം ചൊല്ലി. നബി തങ്ങൾ പറഞ്ഞു, ഖദ് സമയത്തു കലാമക്കും വജബക്കും, നിങ്ങൾ അത്ഭുതം പ്രകടിപ്പിച്ചതും നിങ്ങൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചൊക്കെ ഞാൻ കേട്ടു. ഇബ്രാഹിം ഖലീലുള്ള, ഇബ്രാഹിം ബി ഖലീലുള്ള തന്നെയാണ്. വകദാലിക മൂസാ നജിയുള്ള, മൂസാ നബി നജിയുള്ള, അതായത് മൂസാ നബി അള്ളാഹു പ്രത്യേകം രക്ഷപ്പെടുത്തിയ പ്രവാചകനാണല്ലോ. അങ്ങനെ തന്നെ ഈസാ റൂഹുള്ളയാണ്, ആദമു ഇസ്തഫാഹുള്ള. എന്നാൽ നിങ്ങൾക്കറിയണമോ, അലാ വ അന ഹബീബുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ്, സ്നേഹിതനാണ്. വലാ ഫഖർ, ഇതൊരു വീമ്പ് പറയുകയല്ല. വന ഹാമിലു ലിവാഇൽ ഹംദ്, ലിവാഉൽ ഹംദ് യൗമുൽ ഖിയാമത്തി, യൗമുൽ ഖിയാമയിൽ ഞാനാണ് വഹിക്കുന്നത്. അത് വലാ ഫഖർ, അന്തസ് പറയുകയല്ല. വന അവലു ഷാഫിഈൻ അവലു മുശഫീൻ, ആദ്യമായി മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുന്ന വ്യക്തിയും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയും ഞാൻ തന്നെയാണ്, ഏറ്റവും ആദ്യത്തെ യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. വലാ ഫഖർ, ഇതും ഞാനൊരു അഹങ്കാരം പറയുകയല്ല. വാന അവലു മൻ യുഹദ്ദിഖു ലഖസ് ജന്ന, സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി ഞാൻ അത് ആദ്യമായി ചലിപ്പിക്കുന്നു. ഫയഫ്തഹുല്ലാഹു ലി, എനിക്കത് അള്ളാഹു തുറന്നു തരുന്നു. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ അള്ളാഹു എന്നെ കടത്തും. വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എന്നോടൊപ്പം പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഇതൊന്നും വലാ ഫഖറ, ഞാൻ വെറുതെ പൊങ്ങച്ചം പറയുകയില്ല. വാന അക്രമുൽ അവ്വലീൻ വൽ ആഖിരീൻ, ആദ്യത്തെ ആളുകൾ ഏറ്റവും അവസാനത്തവരിലും ഏറ്റവും ആദരണീയൻ ഞാനാണ്. വലാ ഫഖർ. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്ന് സദസ്സിൽ കണ്ടത് മുൻഗാമികളുടെ മദ്ഹ് പറയുന്നു. ഇത് തെറ്റ്, നല്ലതല്ല, ഇത് വിശ്വാസത്തെ ബാധിക്കും എന്ന് പറയാതെ ഒരു പ്രോത്സാഹന ജനകം എന്ന നിലയിൽ അവിടുത്തെ പ്രശംസ കൂടി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നബിതങ്ങളുടെ മഹത്വം പ്രത്യേകതയും നമ്മൾ എത്ര വർണ്ണിച്ചാലും തീരില്ല. പക്ഷെ ഈ വർണ്ണന, ഈ ആദരവ്, ഈ പുകഴ്ത്തൽ, ഈ പ്രശംസ മുമ്പൊക്കെ നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ, എല്ലാ പ്രഭാഷകരും എഴുത്തുകാരും ഒക്കെ പങ്കുവെക്കാറുള്ളത് പോലെ, ശുദ്ധമായ കലർപ്പില്ലാത്ത നല്ല വിശ്വാസമുള്ള മനസ്സുകളിൽ നിന്നിട്ടാണല്ലോ ഈ ആദരവ് വരുന്നത്. ഇങ്ങനെ ആദരിച്ചെങ്കിൽ മാത്രമാണല്ലോ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ഈ ആദരവിൻ്റെ
ഒരു വലിയ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ വിശുദ്ധ റബീഉൽ അവ്വൽ 12 അനുബന്ധ ദിനങ്ങളിലും കൊച്ചുമക്കളടക്കം കാരണവന്മാരുൾപ്പെടെ അവർ പ്രകടിപ്പിച്ച ആഹ്ലാദങ്ങൾ. ഈ ആഹ്ലാദത്തിൽ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് സൽബുദ്ധി പുരട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുക. പക്ഷേ അവരോട് വലിയ ആദരവോ ചങ്ങാത്തോ അതുണ്ടാകാൻ പാടില്ല എന്ന ഖുർആന്റെ മുന്നറിയിപ്പ് തന്നെ, ഹദീസിന്റെ മുന്നറിയിപ്പുകളുണ്ടല്ലോ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹദ്ദല്ലാഹു വറസൂലഹു വലൗ കാനൂ ആബാഅഹും വഅബ്നാഅഹും വഇഖ്വാനുഹും വഅശീറത്തുഹും. നിബിതങ്ങളെ, അങ്ങക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വാസമുള്ള ആളുകൾ, എന്നിട്ട് അവർ അള്ളാഹിനെയും റസൂലിനെ എതിർക്കുന്ന വേറൊരു കൂട്ടർ ഇഷ്ടപ്പെടുന്നു. ആ രീതിയിൽ മുഅ്മിനീങ്ങളെ അങ്ങക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനെയും പ്രവാചകനെയും മത്സരിക്കുന്നവർ സ്വന്തം പിതാക്കളായാലും മക്കളായാലും കുടുംബക്കാരായാലും സഹോദരങ്ങളായാലും കാണാൻ കഴിയില്ല. അപ്പോൾ മുഅ്മിനീങ്ങൾ ഉറച്ച നിലപാടുകാരായിരിക്കണം മഹബത്തിൻ്റെയും ആദരവിൻ്റെയും വിഷയത്തിൽ എന്നത് ആണ് ഇവിടെ നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മത്തിൽ ലോകമാസകല മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നു. ആ സന്തോഷം ഒരു നല്ല കാര്യമായി കൊണ്ട് മഹത്തുക്കൾ അവർ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സഹീഹ് ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, അബൂലഹബ് അവിടുത്തെ സുവൈബത്തിനെ സൂചിപ്പിച്ച ഒരു രംഗം ഇബ്നു ജാസ്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ആശയത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വദക്കറ സൈദി റളിയല്ലാഹു അൻഹു, അബ്ബാസ് എന്നവർ പറയാണ്, ലമ്മ മാത അബൂലഹബിൻ റഅയ്തുഹു ഫീ മനാമി ബഅദ ഹൗലിൻ ഫീ ശർരിഹാൽ. അബൂലഹബിനെ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ കണ്ടു. വളരെ മോശമായ ഒരവസ്ഥ. അബൂലഹബ് പറഞ്ഞു, മാ ലഖീതു ബഅദകും റാഹത്തൻ, നിങ്ങൾക്ക് ശേഷം ഒരു സന്തോഷവും എനിക്കില്ല. എന്നാൽ ഇല്ല അന്നൽ അദാബ് യഖഫു അന്നി കുല്ല യൗം ഇസ്നൈൻ, എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ശിക്ഷ എനിക്കൊന്ന് ലഘൂകരിച്ച് മയമായി കിട്ടാറുണ്ട്, ചെറുതായി കിട്ടാറുണ്ട്. എന്തേ അതിൻ്റെ കാരണം? ഖാൽ വദാലിക അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽദ യൗമൽ ഇസ്നൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയാണ് പ്രസവിക്കപ്പെട്ടത്. വകാനത്ത് സുവൈബത്തു ബശ്റത്ത് അബൂലഹബിൻ ബിമൗലിദിഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം അബൂലഹബിനോട് ആദ്യം വന്ന് സന്തോഷവാർത്ത നൽകുന്നത് ആ ജന്മത്തെക്കുറിച്ച് സുവൈബത്താണ്. ആ സന്തോഷത്തിൽ അന്ന് അബൂലഹബ് ഹഅതഖഹ, അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. ഒരു നല്ല കാര്യം ചെയ്തു ആ സന്തോഷം. പക്ഷേ അബൂലഹബ് വിശ്വാസിയല്ലാത്തതുകൊണ്ട് ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചെയ്ത ഈ സ്നേഹപ്രകടനം, ആ പ്രസവം അറിഞ്ഞ ആ സന്തോഷം കുടുംബത്തിലാണല്ലോ, അതിൻ്റെ പേരിൽ ഒരു അടിമയ്ക്ക് മോചനം നൽകി, അത് നല്ല കാര്യമാണല്ലോ. അതിൻ്റെ പേരിൽ ഓരോ തിങ്കളാഴ്ചയും ശിക്ഷ ലഘൂകരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഈമാനുള്ള മുഅ്മിനീങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ, സലാത്തുകൾ ചെല്ലുമ്പോൾ, മദഹുകൾ പറയുമ്പോൾ, നബിദിന പ്രോഗ്രാം നടത്തുമ്പോൾ അള്ളാഹു അത് എത്രമാത്രം ഇഷ്ടപ്പെടും. മാത്രമല്ല അതിൻ്റെ കിട്ടാൻ പോകുന്ന പ്രതിഫലം ചെറുതാണോ? ഇദാ കാന ഹാദാ കാഫിറൻ ജമ്മ ദഅദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ തഅന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ. അതെ, അബൂലഹബ് വിശ്വാസിയല്ല, കാഫിറാണ്. അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ച ദിവസം ശിക്ഷ ലഘൂകരിച്ച് കിട്ടും എന്ന് നാം അറിയുമ്പോൾ, ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ, തൗഹീദിലായി മരിച്ചു, ജീവിതകാലം മുഴുവനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിച്ച ജീവിതം നയിച്ച, പിന്നെ നല്ല മുഅ്മിനീങ്ങളെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അത്ഭുതം തന്നെയല്ലേ അവർക്ക് എന്തായാലും ആ പ്രതിഫലം. അൽഹംദുലില്ലാഹ്, നാം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വരേണ്ടത് അളവറ്റ സ്നേഹത്തിൽ നിന്ന്, ആദരവിൽ നിന്ന്, മഹബത്തിൽ നിന്നുകൊണ്ടാണ്. നാം മഹാനായ ബിലാൽ തങ്ങളുടെ ഒരു മഹബത്തിലേക്ക് ഒന്ന് കിടക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം മദീന വളരെ വിശിഷ്ടമാണ്, പ്രിയപ്പെട്ടാണ്. പക്ഷെ മഹാനവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഷാമിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മനാമി, പിന്നെ ഒരു സ്വപ്നം കണ്ടു. യഖൂൽ, നബി തങ്ങൾ ചോദിക്കുകയാണ്, മഹാദിഹിൽ ജഫ്വ യാ ബിലാൽ, എന്താണ് ബിലാലെ പിണക്കം, ഒന്ന് സന്ദർശിച്ചുകൂടെ? ഫന്തബഹ ഹസീന, ദുഃഖിതനായി അദ്ദേഹം മുത്തനബിയുടെ സ്വപ്നം കണ്ടപ്പോൾ ഞെട്ടി ഉണർന്നു. ഫർക്കിബൽ മദീന, മദീനയിലേക്ക് വാഹനം കയറി.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ർ ഷരീഫിൽ റൗള ഷരീഫിൽ വന്നു വജഅല യബ്കി ഇൻദഹു വയതമറഗു അലൈഹി, അവിടെ കരയുന്നു, അവിടെ തലയും മുഖവും ഒക്കെ ഇട്ട് വരുതുന്നു. ഈ സമയത്താണ് മുത്തനബി സല്ലല്ലാഹു നിങ്ങളുടെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കടന്നു വന്നത്. ഫജഅല യുഖബ്ബിലുഹുമാ വയളുഹുമാ, അവർക്ക് ചുംബനം നൽകി അണച്ചു പിടിച്ചു. അങ്ങനെ ആ രണ്ട് പേരമക്കൾ പറഞ്ഞു, ഒന്ന് വാങ്ക് കൊടുക്കണം, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹുവിൻ്റെ വാങ്ക്. അങ്ങനെ അവർ അഭ്യർത്ഥന പ്രകാരം ബിലാൽ തങ്ങൾ വാങ്ക് കൊടുത്തു. അല്ലാഹു അക്ബർ ശബ്ദമുങ്ങി വിത്തജത്തുൽ മദീന, മദീന പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. ഫലമ്മാ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതങ്ങ് പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങളുടെ നില തന്നെ തെറ്റുകയാണ്, മഹബത്തിൻ്റെ കടുപ്പം. എന്ന് മാത്രമല്ല ഖറജൻ നിസാ, സ്ത്രീകളടക്കം അവർ വീടുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നു. എന്താണ് സംഭവിച്ചത്? ഇത് അന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കേട്ട വാങ്കാണല്ലോ കേൾക്കുന്നത്. എന്താണ് അവരുടെ പ്രവാചകനെങ്ങാനും പുനർജന്മമായി ഇവിടെ എങ്ങാനും വന്നോ? അവർ ആഹ്ലാദപ്പെടും, ഒപ്പം കരയാനും തുടങ്ങി. ഫമാ റുബിയ യൗമൻ അക്സറ ബാക്കിയ വബാക്കിയ തൻ മിന്ദാൽ കിഴമി, ഈ ദിവസത്തേക്കാൾ കരഞ്ഞ പുരുഷന്മാർ സ്ത്രീകൾ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ മദീന നിവാസികളുടെയും പ്രവാചക അനുരാഗികളുടെയും സ്നേഹം ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയത്, തിരിച്ചു വന്ന് വാങ്ങുകൊടുത്തപ്പോൾ സുന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ ആ മനസ്സിൻ്റെ പ്രകമ്പനം, അത് ചെറുതാണോ? അല്ല, മാതൃകയാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, ഇതാണ് ഇഷ്ക്, ഇത് തന്നെയാണ് മഹബത്ത്. നാം പാവങ്ങളാണ്, ദുർബലരാണ്, നമുക്ക് രക്ഷപ്പെടേണ്ടേ? നാളെ സ്വർഗത്തിൽ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നമുക്ക് ഒത്തുചേരണ്ടേ? നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തുകൾ വർദ്ധിപ്പിക്കാം, അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ പരമാവധി നമുക്ക് പരിശ്രമിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ